Suppose we have two fields f and e such that e is an extension field of the field f, then an element alpha belongs to e is said to be algebraic over f if there exists some non-constant polynomial f of x in capital F of x such that f of alpha equal to 0. അല്ലേ, നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഡെഫിനിഷൻ പറയുകയാണ്. അതായത് രണ്ട് ഫീൽഡുണ്ട്, എഫും ഇയും. എഫിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ് ഇ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇയിൽ ഒരു എലമെൻറ്റ് ആൽഫ ഓൾജിബ്രിക് ഓവർ എഫ് ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സിനകത്തൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് ആ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ റൂട്ടായിരിക്കണം നമ്മൾ ചൂസ് ചെയ്തത് ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഓൾജിബ്രിക് ഓവർ എഫ് ഓഫ് എക്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, and we know that the set of all real numbers is an extension field of set of all rational numbers. Okay, and I choose an element from this extension field R. ഈ ആറിൽ നിന്ന് ഞാനൊരു എലമെൻറ്റിനെ ചൂസ് ചെയ്യുന്ന റൂട്ട് 2, ആൻഡ് ദിസ് റൂട്ട് 2 ഈസ് ഓൾജിബ്രിക് ഓവർ ക്യൂ ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ് അല്ലേ. തൊട്ട് നമ്മൾ ഇത് തുടങ്ങിയ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിളാണ് റൂട്ട് 2 if R is an extension field of Q and then root 2 is an algebraic element over Q. ഓക്കെ, കാരണം എന്താണ്, ഈ റൂട്ട് 2 എന്ന് പറയുന്നത് ഓവർ ക്യൂവിൽ ഓൾജിബ്രിക് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ റൂട്ടായിക്കൊണ്ടുള്ള ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ക്യൂവിൽ എക്സിസ്റ്റ് ചെയ്യണം അല്ലേ. ആൻഡ് ഇഫ് യു ചൂസ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2, നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിനകത്ത പോളിനോമിയലാണ്. കൂടാതെ ഈ പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. ദെർഫോർ ദിസ് റൂട്ട് 2 ഈസ് ഓൾജിബ്രിക് ഓവർ ക്യൂ ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് നോട്ട് ദാറ്റ് നമ്മൾ ചൂസ് ചെയ്ത എലമെൻറ്റ് എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. ആൻഡ് ദിസ് റൂട്ട് 2 ഈസ് എ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2. ഓക്കെ, ആൻഡ് നൗ യു ഹാവ് ടു കൺസിഡർ another polynomial x cube minus 2x which belongs to q of x, and also consider a polynomial x raised to 4 minus 3x square plus 2 belongs to q of x. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന പോളിനോമിയലിൻ്റെ റൂട്ടാണ് റൂട്ട് 2 എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നോ, ഈ രണ്ട് പോളിനോമിയൽസിനെ നിങ്ങൾ നോക്കുക, എക്സ് ക്യൂബ് മൈനസ് 2 അതുപോലെ തന്നെ എക്സ് റേസ് ടു 4 മൈനസ് 3x സ്ക്വയർ പ്ലസ് 2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോളിനോമിയൽസിൻ്റെ റൂട്ട്സ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും റൂട്ട് 2 ഈസ് എ റൂട്ട് ഓഫ് ബോത്ത് ദീസ് പോളിനോമിയൽ എക്സ് ക്യൂബ് മൈനസ് 2x അതുപോലെ തന്നെ എക്സ് റേസ് ടു 4 മൈനസ് 3x സ്ക്വയർ പ്ലസ് 2. ഈ രണ്ട് പോളിനോമിയൽസിൻ്റെയും റൂട്ടാണ് റൂട്ട് 2 എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ദാറ്റ് ഈസ് റൂട്ട് 2 ഈസ് ദ റൂട്ട് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 എക്സ് ക്യൂബ് മൈനസ് 2x ആൻഡ് എക്സ് റേസ് ടു 4 മൈനസ് 3x സ്ക്വയർ പ്ലസ് 2. ഓക്കെ, പക്ഷേ ഈ റൂട്ട് 2 എന്ന് പറയുന്നത് ഓവർ ക്യൂവിൽ ഓൾജിബ്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ആയിരുന്നു അല്ലേ. നൗ we can represent this polynomial x cube minus 2x. ഈ x cube minus 2xനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? If I factorize this polynomial, I get x cube minus 2x equal to x into x square minus 2. Okay, and I can write this polynomial x raised to 4 minus 3x square plus 2 equals x square minus 2 into x square minus 1. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോളിനോമിയലിൽ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അല്ല പിന്നെ മറ്റൊരു പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ആയിരുന്നു അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് 2 ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2 അല്ലേ. സോ കോമൺ ആയിട്ടും ഈ മൂന്ന് പോളിനോമിയൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ മൂന്ന് പോളിനോമിയൽസിൻ്റെയും റൂട്ടാണ് റൂട്ട് 2. റൂട്ട് 2 ഈസ് ദ റൂട്ട് ഓഫ് ദീസ് 3 പോളിനോമിയൽസ്. ഈ മൂന്ന് പോളിനോമിയൽസിൻ്റെ റൂട്ടാണ് റൂട്ട് 3. അതൊരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത, വി ക്യാൻ റിപ്രസെൻറ്റ് ദീസ് 3 പോളിനോമിയൽസ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സം അനദർ ഫങ്ഷൻസ് അല്ലേ. എല്ലാ ഫങ്ഷൻസും ഈ എല്ലാ പോളിനോമിയൽസും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ എല്ലാ പോളിനോമിയൽസിൻ്റെയും ഫാക്ടറാണ് എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് അല്ലേ. ദിസ് എക്സ് ക്യൂ മൈനസ് 2x ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2. This x raised to 4 minus 3x square plus 2 equal to x square minus 2 into another polynomial, and x square minus 2 equal to 1 into x square minus 2 അല്ലേ. അപ്പോൾ ഈ എല്ലാ പോളിനോമിയൽസിൻ്റെയും ഒരു കോമൺ ഫാക്ടറാണ് എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് both these two polynomials are multiple of x square minus 2 അല്ലേ. ആൻഡ്
നമ്മൾ പറഞ്ഞത് ഈ 3 പോളിനോമിയൽസ് എടുക്കുകയാണെങ്കിൽ ഈ 3 പോളിനോമിയൽസിൻ്റെയും റൂട്ട്സ് ആണ് √2 ആൻഡ് മറ്റ് രണ്ട് പോളിനോമിയൽസ് എടുക്കുകയാണെങ്കിൽ ദേ ആർ മൾട്ടിപ്പിൾസ് ഓഫ് x² - 2 ആയിരിക്കും. സോ ദിസ് പോളിനോമിയൽ x² - 2 ഈസ് കോൾഡ് irreducible polynomial for √2 over q. Okay, this polynomial x² - 2 is known as irreducible polynomial for √2 over q, and we denote it by irreducible √2 over q equal to x² - 2. Irreducible of √2, q പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് ദിസ് റിപ്രസെൻറ്റ് ആൻഡ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ് ഹാവിങ് റൂട്ട് √2 ഓവർ q. ആ ഇറെഡ്യൂസിബിൾ പോളിനോമിയലാണ് x² - 2 എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് വി ഡിനോട്ട് ദ ഡിഗ്രി ഓഫ് ദിസ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആസ് ഡിഗ്രി ഓഫ് irreducible √2 over q equal to the degree of this polynomial, that is 2. ഓക്കെ, അതായത് ജനറലി പറയുകയാണെങ്കിൽ സപ്പോസ് ആൽഫ ഈസ് ഓൾജിബ്രിക് ഓവർ എഫ്. ആൽഫ പറയുന്നത് എലമെൻ്റ് ഉണ്ട് വിച്ച് ഈസ് ഓൾജിബ്രിക് ഓവർ ദ ഫീൽഡ് എഫ് ആണെന്ന് വിചാരിക്കുക. നമുക്കൊരു f1 ഉണ്ട്, f2 ഉണ്ട്, അതുപോലെ തന്നെ f3 ഉണ്ട്. ആൻഡ് ദിസ് ആൽഫ ഈസ് ദ റൂട്ട് ഓഫ് ദീസ് പോളിനോമിയൽസ്. ഈ പോളിനോമിയൽസിൻ്റെയൊക്കെ റൂട്ടാണ് ആൽഫ എന്ന് വിചാരിക്കുക. Okay, and if we can represent these two polynomials as a multiple of one of these polynomial, ഇതിലെ എല്ലാ പോളിനോമിയൽസിനെയും നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് ഇതിലേതെങ്കിലും ഒരു പോളിനോമിയലായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഈ f2 നമുക്ക് f1 ഇൻറ്റു സം അനദർ ഫംഗ്ഷൻ, f3 നമുക്ക് f1 ഇൻറ്റു സം അനദർ ഫംഗ്ഷൻ, അങ്ങനെ കോമൺ ഫാക്ടറായി വരുന്ന ആ പോളിനോമിയലിനായിരിക്കും നമ്മൾ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ദാറ്റ് എലമെൻറ്റ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറെഡ്യൂസിബിൾ polynomial of √2 over q equal to x² - 2, and we can denote its degree by degree of irreducible √2 over q equal to 2. ആ ഡിഗ്രി എന്ന് പറയുന്നത് ഏതാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി ആയിരിക്കും. ഓക്കെ, hope you understand. Now we have a theorem 29.13. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. Let E be an extension field of f and let alpha belongs to E. തന്നേക്കുന്നത് എന്താണ്? Okay, where alpha is algebraic over f, then there exists an irreducible polynomial p of x belongs to capital F of x such that p of alpha equal to 0. This irreducible polynomial p of x is uniquely determined up to a constant factor in f and is a polynomial of minimal degree greater than or equal to 1 in f of x having alpha as a 0. If f of alpha equal to 0 for f of x not equal to 0 in f of x, then p of x divides f of x. Okay. So നോക്കാം. Given that E is an extension field of f and alpha belongs to E is algebraic ഓവർ എഫ് അല്ലേ, ഇത്രയാണ് തന്നിരിക്കുന്നത്. എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് ഇ ആൻഡ് ആൽഫ ബിലോങ്സ് ടു ഈസ് ഓൾജിബ്രിക് ഓവർ എഫ് ആൻഡ് ദിസ് ആൽഫ ഈസ് ഓൾജിബ്രിക് ഓവർ എഫ് മീൻസ് ദർ എക്സിസ്റ്റ് എ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 അല്ലേ. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് such that p of alpha equal to 0. ഈ ആൽഫ എന്ന് പറയുന്നത് ഓവർ എഫിനകത്ത് ഓൾജിബ്രിക് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ദിസ് ആൽഫ ഈസ് ദ റൂട്ട് ഓഫ് ദാറ്റ് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ്. പക്ഷേ ഈ തിയറം പറയുന്നത് അങ്ങനെ ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആയാൽ മാത്രം പോരാ, ദർ മസ്റ്റ് എക്സിസ്റ്റ് ആൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. എക്സിസ്റ്റ് ചെയ്യുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് ദാറ്റ് മസ്റ്റ് ബി ആൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സ്
such that p of alpha equal to 0. ഈ ആൽഫ ഇങ്ങനെയാണെങ്കിൽ ഈ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് തിങ്. ഇങ്ങനെയാണെങ്കിൽ then there exists an irreducible polynomial p of x belongs to capital F of x such that p of alpha equal to 0. Okay. And the second one, this irreducible polynomial p of x is uniquely determined up to a constant factor in f. Okay. നമ്മൾ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്താൽ ആ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഓക്കെ. ആൻഡ് ദാറ്റ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് യുണീക്ലി ഡിറ്റർമൈൻഡ് അപ് ടു എ കോൺസ്റ്റൻറ്റ് ഫാക്ടർ ഇൻ എഫ് മീൻസ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും മറ്റൊരു ഇറഡ്യൂസിബിൾ ദ സെയിം കണ്ടീഷൻസ് ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മറ്റൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയലായ ക്യൂ ഓഫ് എക്സ് എന്ന മറ്റൊരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോളിനോമിയലിനെ നമുക്ക് ക്യൂ ഓഫ് എക്സിനെ നമുക്ക് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് യുണീക്കായിരിക്കും. അഥവാ ഇതെല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മറ്റൊരു പോളിനോമിയൽ ഒരു ക്യൂ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ റിപ്രസെൻറ്റ് ദാറ്റ് പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് ആസ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ. ഓക്കെ. അതാണ് ദിസ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു യൂണിക്ലി ഡിറ്റർമൈൻഡ് അപ് ടു എ കോൺസ്റ്റൻറ്റ് ഫാക്ടർ ഇൻ എഫ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. ഓക്കെ. വെർ എ ഇസ് എ കോൺസ്റ്റൻറ്റ് ഇൻ എഫ്. ആൻഡ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, ആൻഡ് ഇറ്റ്സ് എ പോളിനോമിയൽ ഓഫ് മിനിമൽ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ എഫ് ഓഫ് എക്സ് ഹാവിങ് ആൽഫ ആസ് എ 0. ഓക്കെ. അതായത് ആൽഫ 0 ആയിക്കൊണ്ട് വരുന്ന മിനിമൽ പോളിനോമിയൽ ആയിരിക്കണം ഈ പി ഓഫ് എക്സ്. മൂന്നാമത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ദിസ് പി ഓഫ് എക്സ് മസ്റ്റ് ബി ഓഫ് മിനിമൽ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഹാവിങ് ആൽഫ ആസ് എ റൂട്ട്. ആൽഫ റൂട്ടായി വരുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലുള്ള മിനിമൽ ഡിഗ്രി പോളിനോമിയലായിരിക്കും ഈ പി ഓഫ് എക്സ്. ഓക്കെ. ദ ഫോർത്ത് വൺ, if f of alpha equal to 0 for f of x not equal to 0 in capital F of x, then p of x divides f of x. അതായത് ഒരു നോട്ട് സീറോ ആയ മറ്റൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഓക്കെ. അതായത് ആൽഫ റൂട്ടായിക്കൊണ്ട് ഒരു നോൺ സീറോ പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പി ഓഫ് എക്സ് ഡിവൈഡ് എഫ് ഓഫ് എക്സ്. ഓക്കെ. if there exists a polynomial f of x not equal to 0 in capital F of x such that f of alpha equal to 0, then p of x divide f of x. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടി പറയാം. E is an extension field of f and alpha belongs to E is algebraic over f. Then we need to prove that there exists an irreducible polynomial p of x belongs to capital F of x such that p of alpha equal to 0. And the second one, the irreducible polynomial p of x is uniquely determined up to a constant factor in f. That means if there exists another irreducible polynomial q of x, then we can express that q of x as q of x equal to some constant in f into p of x. Then the third one, p of x must be of minimal degree greater than or equal to 1 in capital F of x having alpha as a root. The fourth one, if there exists f of x not equal to 0 in capital F of x such that f of alpha equal to 0, then p of x divides f of x. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ഇതിൽ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യും ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് എ പോളിനോമിയൽ ഓഫ് മിനിമൽ ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈ സെക്കൻഡ് റിസൾട്ട് ഇത് നമ്മൾ പ്രൂവ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഈ 1, അതായത് ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോളിനോമിയൽസ് ഇറഡ്യൂസിബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം.
we define an evolution homomorphism phi alpha from capital F of x to E by phi alpha of f of x equal to f of alpha. ഓക്കെ, അതായത് നമ്മൾ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇവല്യൂഷൻ ഹോമോമോർഫിസത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് phi alpha from capital F of x to E such that phi of alpha of f of x equal to f of alpha. That is phi alpha of, we can represent our function, our polynomial f of x as f of x is some a naught plus a1x plus etc plus an x raised to any n. This is equal to f of alpha, that is a naught plus a1 alpha plus a2 alpha square plus etc plus an alpha raised to n. Okay, for and this a naught plus a1x plus etc plus an x raised to n belongs to capital F of x. ഇതിലുള്ള ഒരു ഫംഗ്ഷൻ ആണത്. ഓക്കെ, now we know that the kernel of any homomorphism is an ideal. ഏതൊരു ഹോമോമോർഫിസം എടുക്കുകയാണെങ്കിൽ ആ ഹോമോമോർഫിസത്തിൻ്റെ കേണൽ എന്ന് പറയുന്നത് ഓൾവേസ് ഒരു ഐഡിയൽ ആയിരിക്കും, അല്ലേ? ദ കേണൽ ആൻഡ് ദിസ് phi alpha is an evolution homomorphism. Therefore the kernel of phi alpha is an ideal. ഓക്കെ, കാരണം എന്താണ്? ഈ phi alpha എന്ന് പറയുന്ന ഹോമോമോർഫിസം ആണ്. ഏതൊരു ഹോമോമോർഫിസം എടുക്കുകയാണെങ്കിലും അതിൻ്റെ കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഐഡിയൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് നോട്ട് ദാറ്റ് ദിസ് എഫ് ഈസ് എ ഫീൽഡ്, അല്ലേ? എഫ് പറഞ്ഞൊരു ഫീൽഡാണ്. അപ്പോൾ നമുക്കറിയാം റിസൾട്ട് ഉണ്ട്. എഫ് ഒരു ഫീൽഡാണെങ്കിൽ ആ ഫീൽഡിലെ എല്ലാ ഐഡിയൽസും, എഫ് ഒരു ഫീൽഡാണെങ്കിൽ എഫ് ഓഫ് എക്സിലെ എല്ലാ ഐഡിയൽസും എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും, അല്ലേ? എഫ് ഒരു ഫീൽഡാണെങ്കിൽ അതിൻ്റെ ഒരു പോളിനോമിയൽ റിംഗ് എഫ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ ആ പോളിനോമിയൽ റിംഗ് എഫ് ഓഫ് എക്സിനകത്തുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും. പ്രിൻസിപ്പൽ ഐഡിയൽസ് മീൻസ് ദാറ്റ് ഈസ് ഐഡിയൽ വിച്ച് ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ സിംഗിൾ എലമെൻറ്റ്. ഒരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽസ് ഒക്കെ ആയിരിക്കും ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് ഉണ്ടാവുക. സിൻസ് ദിസ് എഫ് ഈസ് എ ഫീൽഡ്, അല്ലേ? നമ്മളിത് പ്രൂവ് ചെയ്തതാണ്. സോ and this kernel phi alpha is an ideal of this capital F of x. ഈ capital F of xയിലെ ഒരു ഐഡിയലാണ് the kernel of phi alpha എന്ന് പറഞ്ഞാൽ. Therefore this kernel of phi alpha is a principal ideal, അല്ലേ? ഈ capital F of xനകത്തുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയലാണ്. ആൻഡ് phi alphaയുടെ കേണൽ എന്ന് പറയുന്ന ഒരു ഐഡിയലാണ്. Therefore kernel phi alpha is a principal ideal. Okay, principal ideal means that is an ideal which can be generated by a single element. ഒരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ ആയിരിക്കും ഇത്. ഓക്കെ, ആൻഡ് വി അസ്യൂം ദാറ്റ് ദിസ് ഈസ് എൻ ഐഡിയൽ ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ സം പി ഓഫ് എക്സ്. ഒരു പി ഓഫ് എക്സ് എന്ന എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലാണ് ഇതെന്ന് നമ്മൾ കരുതുന്നു. That is kernel phi alpha equal to the ideal generated by p of x. Okay, p of x എന്നൊരു this p of x belongs to capital F of x. Capital F of xയിലെ p of x എന്ന എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലാണ് കേണൽ phi alpha എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്യില്ല, വിച്ച് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? കാരണം എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിനകത്തുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയലാണ്. ആൻഡ് ഈ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു ഐഡിയലാണ് കേണൽ phi alpha എന്ന് പറയുന്നത്. ആൻഡ് കേണൽ phi alpha അതുകൊണ്ട് തന്നെ ഒരു പ്രിൻസിപ്പൽ ഐഡിയലായിരിക്കും. പ്രിൻസിപ്പൽ ഐഡിയൽ മീൻസ് ദാറ്റ് ഐഡിയൽ ഈസ് എൻ ഐഡിയൽ വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ എ സിംഗിൾ എലമെൻറ്റ്. ആൻഡ് we take this ideal kernel phi alpha is generated by some p of x belongs to capital F of x. Okay, now what is kernel phi alpha? Kernel phi alpha equal to, by definition of a kernel of a map, the set of all elements in capital F of x, അല്ലേ? ഈ മാപ്പിൻ്റെ കേണൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും വിച്ച് മാപ്പഡ് ടു ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ ഇ. ഇയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ ആയിരിക്കും ഈ മാപ്പിൻ്റെ കേണൽ എന്ന് പറയുന്നത്. സോ ദ കേണൽ phi alpha equal to
the set of all f of x belongs to capital F of x such that phi alpha of f of x equal to 0. That is, kernel phi alpha equal to set of all f of x belongs to capital F of x such that, what is phi alpha of f of x? Phi alpha of f of x equal to f of alpha. So f of alpha equal to 0. And we know that kernel phi alpha equal to the ideal generated by P of x. So this is equal to the ideal generated by P of x. That is, the ideal generated by P of x equal to the set of all P of x belongs to capital F of x such that f of alpha equal to 0. ഈ കളക്ഷൻ്റെ പ്രത്യേകത എന്താണ്? This collection consists of those elements in capital F of x having alpha as a 0. ആൽഫ 0 ആയിട്ട് വരുന്ന കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണ്. ദാറ്റ് മീൻസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് കൺസിസ്റ്റ് ഓഫ് those elements of capital F of x having alpha as a 0. അല്ലേ? ഈ കളക്ഷനിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും റൂട്ട് എന്ന് പറയുന്നത്, റൂട്ടായി വരുന്നൊരു എലമെൻ്റാണ് ആൽഫ എന്ന് പറയുന്നത്. അല്ലേ? അറ്റ് ആൽഫ ദ ഫംഗ്ഷൻ വാല്യൂ ബിക്കം 0 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. Therefore, the ideal generated by P of x consists of those elements in capital F of x having alpha as a 0. Okay. Now, if there is a polynomial f such that f of alpha equal to 0 for f of x not equal to 0, then which implies, ഇപ്പോൾ ഇങ്ങനൊരു പോളിനോമിയൽ എഫ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, such that this is a polynomial having alpha as a 0, അല്ല f of alpha equal to 0, which implies this f is a element having alpha as a 0 and that is a non-zero element. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഒരു 0 ആണെങ്കിൽ then we can say that this function f belongs to the ideal generated by P of x. Then if f of alpha equal to 0 for f of x not equal to 0, which implies f of x, this f of x belongs to the ideal generated by P of x. Okay, and the ideal generated by P of x elements in the endana, this ideal generated by P of x consists of all elements which are multiples of P of x. ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് P of x-ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. Therefore f of x equal to some P of x into R of x, which implies P of x divide f of x. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ്, ഇഫ് ദർ എക്സിസ്റ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0, then P of x divides f of x. So we proved this. Now we have to prove the remaining results. Okay. Now we obtained P of x divides f of x. That is, if f is any non-zero polynomial with alpha as a root with f of alpha equal to 0, then P of x divides f of x, which implies this P of x is a polynomial of minimal degree greater than or equal to 1 having alpha as a 0. അല്ലേ? അപ്പോൾ നമ്മളെടുത്തത് എഫ് എന്ന് പറയുന്നത് ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള മറ്റൊരു പോളിനോമിയലിനെയാണ് എഫ് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി, അങ്ങനെ ഒരു പോളിനോമിയൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. പി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് ഇംപ്ലീസ് ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ the degree of any other polynomial f of x, which implies this polynomial p of x is a polynomial of minimal degree greater than or equal to 1 having alpha as a 0. Okay, so we proved this also. നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്തു.
ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് if there exists another q of x, that q of x equal to some constant a into p of x എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്ത പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ if q of x is any other polynomial, if q of x is any other polynomial belongs to the ideal p of x such that degree of q of x equal to degree of p of x. Okay, so we suppose that there exists another polynomial q of x in the ideal generated by p of x having degree q of x equal to degree of p of x. p of x ന്റെ സെയിം ഡിഗ്രി ഉള്ള മറ്റൊരു പോളിനോമിയൽ q of x ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ p of x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ p of x നകത്തുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും പ്രത്യേകത എന്താണ്? ആ എല്ലാ എലമെൻറ്റ്സിലും ആൽഫ എന്ന് പറയുന്നത് ഒരു റൂട്ടായിരിക്കും അല്ലേ? So we have, since this q of x belongs to the ideal generated by p of x, we have q of alpha equal to 0. And q of alpha equal to 0 and degree of q of x equal to degree of p of x, which implies this q of x equal to a into p of x. അല്ലേ? കാരണം since q of x belongs to the ideal generated by p of x, we have q of alpha equal to 0 and we also have p of alpha equal to 0. So we get q of alpha equal to 0, p of alpha equal to 0 and degree of q of x equal to degree of p of x, which implies this q of x equal to a into p of x, where a is a constant in capital F. Okay, so we proved this also. Now it only remains for us to show that p of x is irreducible. ഇനി p of x irreducible ആണെന്ന് മാത്രം പ്രൂവ് ചെയ്യാനാണ് നമുക്കുള്ളത്. ഓക്കെ, on the contrary, we suppose that the polynomial p of x is reducible. p of x irreducible ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. And on the contradiction, we suppose that p of x is reducible. Okay, that means let p of x equal to r of x into x of x be a factorization of p of x into polynomials of lower degrees. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെന്നാണ്. അപ്പോൾ ഇറഡ്യൂസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ പി ഓഫ് എക്സിനേക്കാളും കുറഞ്ഞ ഡിഗ്രീസ് ഉള്ള പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓൺ ദ കോൺട്രറി, വി സപ്പോസ് ദാറ്റ് ദിസ് പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് ബി എ ഫാക്ടറൈസേഷൻ ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു പോളിനോമിയൽസ് ഓഫ് ലോവർ ഡിഗ്രീസ്. ഓക്കെ, then we have p of alpha equal to 0, alle, which implies what is p of alpha? P of alpha equal to r of alpha into s of alpha. P of alpha into r of alpha into s of alpha equal to 0, which implies either r of alpha equal to 0 or s of alpha equal to 0. കാരണം ഇ എന്ന് പറയുന്നൊരു എക്സ്റ്റൻഷൻ, ഇ എന്ന് പറയുന്നൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് സീറോ ഡിവൈസസ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ആർ ഓഫ് ആൽഫ ഇൻറ്റു എസ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ഇംപ്ലൈസ് either of these must be 0. Okay, and we get either r of alpha equal to 0 or s of alpha equal to 0. But degree of r of x less than degree of p of x and degree of s of x less than degree of p of x. ഇങ്ങനെയാണ് നമ്മൾ ആർ ഓഫ് എക്സിനും എസ് ഓഫ് എക്സിനും ചൂസ് ചെയ്തത്. ആർ ഓഫ് എക്സിനേക്കാളും ലോവർ ഡിഗ്രി ഉള്ള രണ്ട് പോളിനോമിയൽസ് ആണ്
പി ഓഫ് എക്സിനേക്കാളും ലോവർ ഡിഗ്രി ഉള്ള രണ്ട് പോളിനോമിയൽസ് ആണ് ആർ ഓഫ് എക്സും എസ് ഓഫ് എക്സും. ബട്ട് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ആൻഡ് ഡിഗ്രി ഓഫ് എസ് ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്. ആൻഡ് ഹിയർ വി ഗെറ്റ് ആർ ഓഫ് ആൽഫ ഈക്വൽ ടു 0 ഓർ എസ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഈ ആറിൻ്റെയും അല്ലെങ്കിൽ എസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. ഇഫ് ആർ ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ ഡിഗ്രി ഓഫ് ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇഫ് എസ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ ഡിഗ്രി ഓഫ് എസ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് വി ഹാവ് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഇഫ് ആർ ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ ദ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ഫ്രം ദിസ് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്. ബട്ട് we choose p of x in such a way that this p of x is of minimal degree greater than or equal to 1 such that p of alpha equal to 0 അല്ലേ. നമ്മൾ ചൂസ് ചെയ്ത p of x എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ദാറ്റ് p of x is a polynomial of minimal degree greater than or equal to 1 such that p of alpha equal to 0 ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടി ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സിനേക്കാളും ഡിഗ്രി കുറവുള്ള മറ്റ് മിനിമൽ പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. ദാറ്റ് ഈസ് ദ റിഡക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ.